എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ RSSനെയും BJPയെയും ഷോ നക്കികൾ എന്ന് കളിയാക്കി വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വിളിക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വിനായക് ദാമോദർ സവർക്കർ എന്ന വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം മാപ്പപേക്ഷിച്ചു. സ്വന്തം അഭിമാനം അടിയറവ് വെച്ച് പുറത്തിറങ്ങാൻ വേണ്ടി അപേക്ഷിച്ചു എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. ഈ മാപ്പപേക്ഷയാണ് ഈ കളിയാക്കലിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ സവർക്കർ അങ്ങനെ ഒരു മാപ്പപേക്ഷ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു വെല്ലുവിളിയായി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് VD സവർക്കർ യഥാർത്ഥത്തിൽ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. ആരായിരുന്നു സവർക്കർ? ഒരു വിപ്ലവകാരിയുടെ ഉദയം. 1883 മെയ് 28 നാസിക്കിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് വിനായക് ദാമോദർ സവർക്കർ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. മൂത്ത സഹോദരൻ ഗണേഷ് സവർക്കർ അഥവാ ബാബാ റാവു ആയിരുന്നു വിനായകന്റെ വഴികാട്ടി. ഗണേഷിന് പുറമെ നാരായണനും മൈനാബായിയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിട്ടുണ്ടായിരുന്നു. സഹോദരനിൽ നിന്ന് ദേശീയബോധം ഉൾക്കൊണ്ട വിനായക് പിന്നീട് ഒരു വിപ്ലവകാരിയായി മാറി. കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം മിത്രമേള എന്ന പേരിൽ ഒരു യുവജന സംഘടന രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപ്ലവകരവും ദേശീയവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ നേതാക്കളുടെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. 1905 ദസറ ആഘോഷവേളയിൽ വിദേശ വസ്തുക്കൾ കത്തിച്ചുകൊണ്ട് അദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദവും നേടി. തുടർന്ന് നിയമം പഠിക്കാൻ വേണ്ടി ഗ്രേസൺ ലോ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലേക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. ലണ്ടനിൽ താമസിക്കുമ്പോൾ ഇന്ത്യ ഹൗസിൽ ഒപ്പം താമസിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അദ്ദേഹം ഒരുമിച്ച് ചേർത്ത് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എന്ന പേരിൽ ഒരു പുസ്തകം സവർക്കർ രചിച്ചിട്ടുണ്ട്. 1857 ശിപ്പായി ലഹളയെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിച്ച് ഗറില്ല യുദ്ധമുറകളെ കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിച്ചു. ബ്രിട്ടീഷ് സർക്കാർ ഈ പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചു എങ്കിലും നെതർലൻഡ്സ്, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ മാഡം ബിക്കാജി കാമയുടെ നേതൃത്വത്തിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ പുസ്തകം ഇന്ത്യൻ യുവാക്കൾക്ക് ആവേശം പകരുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്താനായി പലരെയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായ സർ വില്യം ഹട്ട് കേഴ്സൺ വില്ലിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മദൻലാൽ ദിംഗ്രയ്ക്ക് സവർക്കർ നിയമപരമായ സഹായവും നൽകിയിരുന്നു. 1909 അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മോർലെ മിന്റോ പരിഷ്കരണത്തിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സവർക്കർ ഈ പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുത്തു. സായുധ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും പിന്നീട് പിടിക്കപ്പെട്ടു. 50 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട അദ്ദേഹത്തെ കാലാപാനി എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. സെല്ലുലാർ ജയിലിൽ അദ്ദേഹത്തിന്റെ ജീവിതം അതികഠിനമായിരുന്നു. കഠിനമായ പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയായി. എന്നിരുന്നാലും അവിടെയും അദ്ദേഹം തന്റെ ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും സഹതടവുകാരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. തടവുകാർക്കായി ഒരു ലൈബ്രറി സ്ഥാപിക്കാൻ സർക്കാരിൽ നിന്ന് അനുമതിയും അദ്ദേഹം നേടി. ഇനി നമുക്ക് മാപ്പപേക്ഷയുടെ കാര്യത്തിലേക്ക് വരാം. സവർക്കർ ഈ സെല്ലുലാർ ജയിലിൽ നിന്നും മോചിതനാകാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിന് പലതവണ ദയാഹർജികൾ അയച്ചിട്ടുണ്ട്. ഈ ഹർജികളെയാണ് പലപ്പോഴും മാപ്പപേക്ഷ എന്ന് വിമർശകർ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ 1913, 17, 20 അയച്ച ഹർജികൾ പ്രധാനപ്പെട്ടതാണ്. ഈ ഹർജികളിൽ താൻ ചെയ്ത പ്രവൃത്തികളിൽ പശ്ചാത്താപമുണ്ടെന്നും ബ്രിട്ടീഷ് സർക്കാരിനോട് കൂറ് പുലർത്താമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ജയിലിൽ നിന്ന് മോചിതനായാൽ താൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നും ആവശ്യമെങ്കിൽ സർക്കാരിനെ സഹായിക്കാമെന്നും അദ്ദേഹം എഴുതി. ഇതൊരു മാപ്പപേക്ഷയായിരുന്നോ അതോ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു തന്ത്രമായിരുന്നോ എന്നത് ഇന്നും വലിയൊരു വിവാദ ചർച്ചാ വിഷയമാണ്. ഒരു വിഭാഗം ആളുകൾ ഇത് അദ്ദേഹത്തിന്റെ വീരത്വത്തിന്റെ തെളിവാണെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് ജയിലിൽ നിന്നുള്ള മോചനത്തിനായി അദ്ദേഹം സ്വീകരിച്ച ഒരു അടവ് നയം മാത്രമാണെന്ന് വാദിക്കുന്നു. ഇത് വിവാദമാകാൻ കാരണം ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട് എന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാനും വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ കാണുന്ന വേറൊരു വിഭാഗവുമുണ്ട്. സവർക്കറുടെ പേരിനൊപ്പം വീർ എന്ന വിശേഷണം എങ്ങനെ വന്നു എന്നതും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ്.
1924 സവർക്കർ ജയിൽ മോചിതനായ ശേഷം അദ്ദേഹത്തിന്റെ മറാത്തി സുഹൃത്തുക്കളും ആരാധകരും അദ്ദേഹത്തെ സ്വാതന്ത്ര്യ വീർ എന്ന് വിളിക്കാൻ തുടങ്ങി. മറാത്തി എഴുത്തുകാരനായ സദാശിവ് രാജാറാം റാനഡെ 1924 പ്രസിദ്ധീകരിച്ച സവർക്കറുടെ ജീവചരിത്രത്തിൽ സ്വാതന്ത്ര്യ വീർ വിനായക് എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. പിന്നീട് 1980 അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി പോലും സവർക്കറുടെ ജന്മശതാബ്ദിക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ വീർ സവർക്കർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ചില വാദങ്ങൾ അനുസരിച്ച് ചിത്രഗുപ്തൻ എന്നൊരു തൂലികാ നാമത്തിൽ സവർക്കർ തന്നെ എഴുതിയ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകത്തിലാണ് ഈ വിശേഷണം ആദ്യമായി സ്വയം ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ തെളിവുകളില്ലെന്നും ചിത്രഗുപ്തൻ ആരാണെന്ന് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നുവെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ വിവാദ പുസ്തകത്തെ പറ്റി നോക്കാം. അതായത് ഹിന്ദുത്വ, ആരാണ് ഹിന്ദു എന്നത്. ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൽ സവർക്കർ യാഥാസ്ഥിതിക ഹൈന്ദവ വിശ്വാസങ്ങളെ എതിർത്തിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതവർഷത്തിലെ അഥവാ ഇന്ത്യയിലെ നിവാസികൾ രാജ്യസ്നേഹികളും അഭിമാനികളുമായവരാണ്. അവരാണ് ഹിന്ദുക്കൾ. സത്യത്തിൽ സവർക്കർ പശുവിനെ ആരാധിക്കുന്നതൊക്കെ എതിർത്ത ഒരാളാണ്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: ഹിന്ദുത്വം ഒരു പശുവിന്റെ കാലിൽ നിലനിൽക്കണമെങ്കിൽ അത് ഒരു പ്രതിസന്ധിയുടെ ചെറിയ സൂചനയിൽ തകർന്നു വീഴും. ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ഹിന്ദുമതം എന്നിവയെ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതം എന്ന ആശയം രൂപീകരിക്കാൻ ഇവർക്കെല്ലാം കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായിരുന്ന സവർക്കർ ഒരു ഹിന്ദു ആയതിൽ അഭിമാനിക്കുകയും അതിനെ തന്റെ രാഷ്ട്രീയ സാംസ്കാരിക സ്വത്വമായി എപ്പോഴും വിശേഷിപ്പിക്കുകയും ചെയ്തു. മാംസാഹാരം കഴിച്ച് കരുത്തരാകാനും ബ്രിട്ടീഷുകാരെ തുരത്താനും അദ്ദേഹം ആഹ്വാനവും ചെയ്തിരുന്നു. കാലപ്പാലിക്ക് ശേഷമുള്ള കാലത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സാമൂഹിക പരിഷ്കർത്താവ്, രാഷ്ട്രീയ വിമർശകൻ. 1924 ജനുവരി 6 ആൻഡമാൻ ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം രത്നഗിരി ഹിന്ദു സഭയിൽ പങ്കെടുത്തു. തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിനും ഹിന്ദുക്കളുടെ സാമൂഹികവും സാംസ്കാരികവുമായി പൈതൃകം സംരക്ഷിക്കുന്നതിനുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ജാതി വേണ്ട, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പാടില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, ഇഷ്ടമുള്ള തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതിന് സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ഭഗവാൻ ബുദ്ധനുമായി താരതമ്യം വരെ ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന മറ്റൊരു പുസ്തകത്തിൽ അദ്ദേഹം സെല്ലുലാർ ജയിലിൽ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. സവർക്കർ എല്ലായ്പ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടുത്ത വിമർശകനായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അദ്ദേഹം എതിർത്തു. ഇന്ത്യൻ വിഭജനത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നതിനെയും അദ്ദേഹം ശക്തമായി എതിർത്തു. സവർക്കറുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിവാദങ്ങളിൽ ഒന്നാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് അദ്ദേഹം 1937 അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഈ ആശയം സർ സയ്യിദ് അഹമ്മദ് ഖാൻ പോലുള്ളവർ സവർക്കർ ജനിക്കുന്നതിന് മുമ്പേ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും സവർക്കറുടെ ഈ പ്രസ്താവന പിന്നീട് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ ഹിന്ദു മഹാസഭ ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായി എതിർത്തിരുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധി വധക്കേസിൽ സവർക്കറെ പ്രതി ചേർത്തുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിട്ടു. എന്നിരുന്നാലും ഈ കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു മഹാസഭയുടെ പ്രധാന നേതാവായിരുന്നു സവർക്കർ. ഈ സംഘടനയെ നയിച്ചപ്പോൾ പല വിവാദപരമായ നിലപാടുകളും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം സവർക്കറുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നൽകണമെന്നും അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകണമെന്നും ഹിന്ദു മഹാസഭ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഹിന്ദു മഹാസഭ നാഥുറാം ഗോഡ്സെയുടെ പ്രതിമയിൽ മാല ചാർത്തിയതും മധുരം വിതരണം ചെയ്തതും ശൗര്യ ദിവസ് എന്ന പേരിൽ ഗാന്ധിവധം ആഘോഷിച്ചതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 1964 സവർക്കർ 83-ാം വയസ്സിൽ താൻ സമാധി നേടാനുള്ള ആഗ്രഹം പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തന്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1966 ഫെബ്രുവരി 1 അദ്ദേഹം ഒരു സ്വമേധയാ നിരാഹാര സമരം ആരംഭിച്ചു. 1966 ഫെബ്രുവരി 26 അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചു. അപ്പോൾ സവർക്കർ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു. ഇത് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മാപ്പുപേക്ഷകൾ, ഹിന്ദുത്വ ആശയങ്ങൾ, ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെക്കുറിച്ചുള്ള നിലപാടുകൾ, ഗാന്ധി വധക്കേസിലെ പങ്ക്, കോൺഗ്രസിനോടുള്ള വിയോജിപ്പുകൾ എന്നിവയെല്ലാം ഇന്നും വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. അദ്ദേഹത്തെ ഒരു ധീരനായ വിപ്ലവകാരിയായി കാണുന്നവരുണ്ട്, അതേസമയം അവസരവാദിയും ബ്രിട്ടീഷ് പക്ഷപാതിയുമായി കാണുന്നവരുമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് സവർക്കറെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.